ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ ഓണം വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഓണ ഒരുക്കങ്ങൾ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ഓണം പണികളാണ് കേട്ടോ. ഇപ്പൊ ഏകദേശം ഒരു 7 മണി സമയമായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര പണിത്തിരക്കാണ്. അപ്പോൾ ദേ അച്ഛനുണ്ട്, ഇവിടെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസിയും തൂമ്പയാണ്. ഇതൊന്ന് നമ്മൾ സെപ്പറേറ്റ് ആക്കി ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ആ പണി ചെയ്തിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പോലെ തുടങ്ങി ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഉള്ളൊരു സമയമായിരുന്നു. കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ബോംബെയിലായിരുന്നു, കഞ്ഞിരിക്കായിരുന്നു. ഓണത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തല്ലേ. അപ്പോൾ ഇപ്രാവശ്യം എന്തെങ്കിലും നന്നായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓണം വെക്കണതും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 3 ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഉത്രാടം, തിരുവോണം, അവിട്ടം, അങ്ങനെ 3 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉത്രാടത്തിൻ്റെ വൈകുന്നേരമാണ് കേട്ടോ ഓണം വയ്ക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഉത്രാടത്തിൻ്റെ ആ ഒരുക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 9 മണി ടൈം ആകുമ്പോഴാണ് നമ്മൾ ഓണം വയ്ക്കാമെന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഇതേ തുളസിയും അതുപോലെ തന്നെ തുമ്പക്കുട ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൂടിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കണം. പിന്നെ ഞാനും അച്ഛനും കൂടിയിട്ട് പൂ കുത്താനിരുന്നു. നമ്മൾ തൃക്കേരിപ്പത്തുമ്പോൾ കുത്തി വെക്കുമല്ലോ പൂവ്, അപ്പോൾ അതൊക്കെ കുത്താനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഉണ്ണിയാണ് ഇന്നത്തെ മെയിനായിട്ട് ഓണം വെക്കണ ആളെന്ന് പറയുന്നത്. അപ്പോൾ അവൻ ഈ നമ്മുടെ പൂത്തറ ഇങ്ങനെ അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എന്താ പറയുക, അരിപ്പൊടി അതുപോലെ തന്നെ വെണ്ടയ്ക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഗുളുഗുളു ഇഫക്റ്റ് കിട്ടണ ആ ഒരു സാധനം ഉണ്ടല്ലോ അണിയാനുള്ളത്, അത് നമ്മൾ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന ഷേപ്പിൽ തന്നെ അണിയണമെന്നൊന്നുമില്ല, നമുക്ക് എന്താണോ തോന്നണത് അതുപോലെ നമ്മൾ അണിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഉണ്ണി നല്ലപോലെ അങ്ങോട്ട് അണിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തൃക്കേരിയപ്പത്തുമ്മയും അണിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ എല്ലാ സാധനങ്ങളും ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അട വെക്കണം, നമ്മൾ ഓണം വെക്കുമ്പോൾ അട വെക്കണം, ഓണത്തപ്പന് കൊടുക്കണതാണ് അട എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ആ അട വെച്ച് കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളതെടുത്ത് നമ്മൾ തന്നെ അത് കഴിക്കും കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ ചെമ്പരത്തി മുട്ടൊക്കെ വെച്ചിട്ടാണ് തൃക്കേരിപ്പത്തുമ്പോൾ കുത്താനുള്ള പൂവൊക്കെ റെഡിയാക്കിയിരിക്കണം. കാരണം ഇപ്രാവശ്യം ഓണാകെ 2 ദിവസം അങ്ങടെ ഉള്ളൂ. അപ്പോൾ പൂവൊക്കെ നമ്മൾ, അല്ലെങ്കിൽ കടലാസ് പൂവാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുള്ളത്. പ്രാവശ്യം 2 ദിവസം ഉള്ളത് കാരണം നമ്മൾ ചെമ്പരത്തി മുട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് തിരുവോണത്തിൻ്റെ അന്ന് ഈ മുട്ട് വെച്ചതൊക്കെ നല്ല രീതിയിൽ വിരിയൂലോ. അപ്പം അങ്ങനെയാണ് ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ണി അമ്മയും കൂടിയിട്ടാണ് ഓണം വെക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അട ഉണ്ടാക്കിയിട്ട് അട വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാളികേരം 2 പീസായിട്ട് വെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ തുളസിയില ഇടും. ആ തുളസിയില ഏത് ദിശയിലേക്കാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത വർഷത്തെ നല്ല കാലം ചീത്തകാലം ഇരിക്കണേന്നൊക്കെയാണ് പറയണത്. പിന്നെ ഞങ്ങൾ ഓണം വെച്ച് കഴിഞ്ഞിട്ട് ആർപ്പൊക്കെ വിളിക്കും കേട്ടോ. അങ്ങനെ ആർപ്പൊക്കെ വിളിച്ചു. അങ്ങനത്തെ ഈ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ എണീറ്റപ്പോൾ നമ്മുടെ തലേദിവസം ഓണം വെച്ചതിൻ്റെ ഒരു രൂപം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതേ ചെമ്പരത്തി മുട്ടൊക്കെ വെച്ചത് നല്ലപോലെ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട്. അങ്ങനെ ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് വന്നപ്പോൾ ഉണ്ട് ഒരാളെ റേത്തിരുന്നിട്ട് പഠിക്കണു. തിരുവോണത്തിൻ്റെ രാവിലെ നോക്കിയപ്പോൾ പഠിക്കുക അത്ര. നമ്മൾ എന്തെങ്കിലും മുടക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കാനല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. പിന്നെ എന്തെങ്കിലും കളിക്കേ പുറത്ത് പോവേ. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവൻ വേഗം ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ വേഗം പോയിട്ടാ. ഇന്ന് തിരുവോണമായിട്ട് രാവിലെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇതാണ് തൊങ്ങാണോ, പൊങ്ങാണ്, പൊങ്ങ്. അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള സാധനം വേറെ ഇല്ല കേട്ടാ. അപ്പോൾ ഇത് രാവിലെ തന്നെ കിട്ടിയപ്പോൾ രാവിലെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് ഇത് ഇളക്കി പറിച്ചെടുക്കണം.
അപ്പോൾ തിരുവോണ സദ്യയൊക്കെ നമ്മൾ രാവിലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വീത് വെക്കുകയാണ് ചെയ്യുക. നമ്മുടെ കാരണവന്മാർക്ക് വീത് വെക്കാമെന്ന് പറയും. അപ്പോൾ ആ വീത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഞാനും ചേട്ടനൊക്കെ കൂടിയിട്ട് ഉണ്ണിയും എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ണിയുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ചേട്ടൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോറ് കഴിക്കാനായിട്ട് ഭയങ്കര സ്ലോ ആണ് കേട്ടോ. അപ്പോൾ ചോറ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം അവിയൽ, സാമ്പാർ, പിന്നെന്തിട്ടാ കൂട്ടുകറി, ഇസ്റ്റു, അങ്ങനെ കുറേ ഐറ്റംസ് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പായസം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണമായിട്ട് കിടന്നുറങ്ങിയിട്ടാ. കിടന്നുറങ്ങി എണീറ്റ് വന്നപ്പോൾ ഒരാൾ എത്തിയിരിക്കുന്നു. ഇതാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ചേട്ടൻ്റെ ഒരേ ഒരു അനിയൻ എന്ന് പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ചായയും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ വന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടുപേരും ഇവർ ബോയ്സ് അങ്ങനെയാണല്ലോ, രണ്ടുപേരും അങ്ങനെ അധികം സംസാരിക്കാണ്ട് പിന്നെ കുറേ നേരം ഫോണിൽ കുത്തിയിരിക്കും. അങ്ങനെയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവൻ നമുക്ക് ഓണക്കോടിയൊക്കെ കൊണ്ട് വന്നതാണ് കേട്ടോ. സർപ്രൈസായിട്ട് ഓണക്കോടിയൊക്കെ കൊണ്ട് വന്നതാണ്. അപ്പോൾ അവനിന്ന് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാണ് വന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു പോയി. ഇനി നമ്മൾ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ തിരിച്ച് അവൻ്റെ മാമൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മളും വൈകുന്നേരം മാമൻ്റെ അടുത്തേക്ക് തന്നെ പോവും, മാമൻ്റെ വീട്ടിലേക്ക് പോവും. അപ്പോൾ അവൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മാമൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. മാമൻ്റെ വീട്ടിൽ നിന്ന് നേരെ നമ്മൾ വല്യമ്മയുടെ വീട്ടിലേക്കാണ് പോയത്, അതായത് ചേട്ടൻ്റെ വല്യമ്മയുടെ വീട്. അങ്ങനെ ചേട്ടൻ്റെ വല്യമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും കൂടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഭയങ്കര ഒരു ഓണം വൈബ് തന്നെയായിരുന്നു. അങ്ങനെ ചെന്നതേ പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ കുറച്ച് വീഡിയോസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതൊന്നുമല്ല. പിന്നെ എല്ലാവരും കൂടിയപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ അവിടെ നിന്നു. അങ്ങനെ ഇത് ചേട്ടൻ്റെ അനിയൻ കേട്ടോ. അപ്പോൾ ചേട്ടനുണ്ട്, അനിയനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും TV കണ്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം സിനിമയൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മാമൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് തിരുവോണം ദിവസം കഴിഞ്ഞിട്ട് തിരുവോണം കഴിഞ്ഞിട്ട് അവിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ദിവസം ഞങ്ങളിത് മാമൻ്റെ ഓടിക്ക് പോവാണ്, അതായത് ചേട്ടൻ്റെ അമ്മ വീട്ടിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കണത്. അപ്പോൾ അമ്മയൊക്കെ അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങൾ എൻ്റെ വീട്ടിൽ ആഘോഷിച്ചു. കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ ആഘോഷമൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ചേട്ടൻ്റെ വീട്ടിൽ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇവിടെയൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുപ്ലിയത്താണ് കേട്ടോ ചേട്ടൻ്റെ വല്യമ്മയുടെ വീട്. അങ്ങനെ മുപ്ലിയത്തു നിന്ന് നമ്മൾ മണ്ണമ്പട്ടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണമ്പട്ടയാണ് ചേട്ടൻ്റെ അമ്മയുടെ വീട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കൂടലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളെല്ലാവരും കൂടെ മണ്ണമ്പട്ടയാണ് കേട്ടോ കൂടണത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴുള്ള വിശേഷങ്ങൾ, അവിടെ ചെന്നത് പിന്നെ ഞാൻ വൈകുന്നേരമൊക്കെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അമ്മ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മേമയുണ്ട്, പിന്നെ അമ്മാമ്മയുണ്ട് കേട്ടോ. നമ്മുടെ അമ്മാമ്മയുടെ അനിയത്തിയാണ് ഇരിക്കണത്. നമ്മുടെ പൊപ്പോയി കണ്ടോ, കുഞ്ഞി പൊപ്പോയ്ക്ക് ഇത്തിരി ജലദോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി വയ്യാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടുമ്പോൾ ഭയങ്കര കുറേ വിശേഷങ്ങളും ഓണത്തിൻ്റെ വിശേഷങ്ങളും എല്ലാതും പറയാനുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഈ റോസ് ഉടുപ്പിട്ടതാണ് കേട്ടോ എൻ്റെ മദറിനിൽ. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോസ് എടുത്തപ്പോൾ അങ്ങനെ മുഖം വ്യക്തമായിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. എല്ലാവരും വർത്താനം പറയണതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ വീഡിയോസുകൾ എടുക്കണത്. ഇങ്ങനെ നല്ല ക്വാളിറ്റി ടൈമിൽ നമുക്കങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് തോന്നാറില്ല. അപ്പോൾ പോപ്പോയും ചക്കിപ്പെണ്ണും കൂടിയിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വർത്താനം പറയുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്. പിള്ളേരുകളെല്ലാവരും ഓരോ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട്, 2 പിള്ളേർ അവിടെ, 2 പേര് ഇപ്പോൾ അകത്ത് എന്നൊക്കെ പറഞ്ഞ രീതിക്കാണ് കേട്ടോ എല്ലാവരും നിൽക്കണത്. അപ്പോൾ ഇത് നമ്മുടെ ചേച്ചിയാണ്, ചേട്ടൻ്റെ പെങ്ങളാണത്. പിന്നെ ഇവിടെ 4 പേരും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2 പേര് റൂമിൽ ഭയങ്കര അംഗമാണ് കേട്ടോ, 2 കൂടിയിട്ട് കളിക്കലും ബഹളവും. അങ്ങനെ അന്നത്തെ നല്ല അടിപൊളി ദിവസങ്ങളായിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.